എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ന്യൂസ് ആയിരിക്കും കാണിക്കുക. ലാൻഡ് ഓഫ് ഫയറിൽ നിന്ന് എന്തോ ഒരു നോട്ടീസ് വന്നിരിക്കുകയാണ്. ആ നോട്ടീസിൽ ലാൻഡ് ഓഫ് വേവ്സിലുള്ള മിഡിൽ ഈസ്റ്റിലെ ഏതോ ഒരു സീലിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിലുണ്ടാവുക. കട്ട് ചെയ്ത ആൻകോയും ഇറൂക്കയും അവർ രണ്ടുപേരും ആ ന്യൂസൊക്കെ കേട്ട് അങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ്. ഉടനെ ഇറൂക്ക, നമ്മുടെ വില്ലേജിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും ശാന്തി സമാധാനവും പരസ്പരമുള്ള വിശ്വാസത്തോടും കൂടെ വളരെ നന്നായിട്ടാണ് നമ്മുടെ ഗ്രാമം ഇപ്പം മുൻപോട്ട് പോകുന്നത്. പഴയതുപോലെ കാടും മേടും മാത്രമല്ല, പുതിയ പുതിയ ടെക്നോളജീസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഗ്രാമത്തിൽ ആഡ് ഓൺ ചെയ്തു കഴിഞ്ഞു. അത് കേട്ട് നറൂട്ടോയും ഇപ്പൊ അവിടേക്ക് വരും. അതെ അതെ, നീ പറഞ്ഞത് കറക്റ്റ് ആണ്. അതിന് ഇറൂക്ക, അതെ എല്ലാം ശരിയാണ്, പക്ഷെ സെവൻത്ത് ഹൊക്കാഗ ആള് മാത്രം മണ്ടനായി പോയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കും. അത് കേട്ട് നറൂട്ടോ അവനങ്ങനെ തല കുനിച്ചിരിക്കുകയാണ്. ഇറൂക്ക ചോദിക്കും, എന്തുപറ്റി? ഒരു കാരണവുമില്ലാതെ നീ ഇവിടേക്ക് വരില്ലല്ലോ. അത് കേട്ട് നറൂട്ടോ ഇപ്പൊ ഒരു ഫയൽ എടുത്ത് ഇറൂക്കയുടെ കയ്യിലേക്ക് കൊടുക്കും. ആക്ച്വലി ലാൻഡ് ഓഫ് ഫയറിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നറൂട്ടോയും ടീമും ചേർന്ന് ആ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് അക്കാദമിയിലെ കുട്ടികൾക്ക് ഇപ്പൊ അവിടേക്ക് ഒരു ഫീൽഡ് ട്രിപ്പ് റെഡിയാക്കിയിരിക്കുകയാണ്. ഇറൂക്ക ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഇത് പുതിയ മിഷനാണോ? അതിന് നറൂട്ടോ പറയും, അയ്യോ അല്ല അല്ല, കുട്ടികൾക്കുള്ള വെറും ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അത് മാത്രമാണിത്. അങ്ങനെ ഒരു കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും പുറത്തുനിന്ന് കാറ്റ് വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുക. ഉടനെ ഇറൂക്ക സെൻസായും നറൂട്ടോയും അവർ രണ്ടുപേരും പുറത്തേക്ക് നോക്കും. ജനലിന്റെ വെളിയില് സാക്ഷാൽ ബൊറൂട്ടോ. നറൂട്ടോ ടെൻഷനായിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ? അതിന് ബൊറൂട്ടോ പറയും, അത് ഞാൻ അച്ഛനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അച്ഛൻ എന്താ ഇവിടെ ജോലി? ഉടനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് കരുതി തലവേദനിച്ചിരിക്കുകയാണ് ഇറൂക്ക സെൻസായി. അങ്ങനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോയ്ക്ക് പണിഷ്മെന്റ് ആയിട്ട് തലകീടായി അവനെ കെട്ടിത്തൂക്കും. സാറയുടെ ഷോക്കായിട്ട് ഇപ്പൊ ബാക്കിയുള്ളവരോട് കാര്യം അന്വേഷിക്കും. അതിനവര് പറയും, ബൊറൂട്ടോയ്ക്ക് ഇപ്പോ ഭയങ്കര കുരുത്തക്കേടാണ്, ആരോട് എന്താ പറയേണ്ടതെന്ന് അവൻ അറിയില്ല. പ്രിൻസിപ്പളുടെ റൂമിൽ പോയി അവൻ അവരെ പ്രാങ്ക് ചെയ്യാൻ ശ്രമിച്ചു. സോ അദ്ദേഹം കൊടുത്ത ശിക്ഷയാണ് ക്ലാസ് കഴിയുന്നതുവരെ അവനെ തലകിട്ടി തൂക്കിയിടുക എന്നത്. സാറടയ്ക്കാണെങ്കിൽ ബൊറൂട്ടോയുടെ അവസ്ഥ കണ്ട് കുറച്ച് പാവം തോന്നും, അതുപോലെ തന്നെ ചിരിയും വരും. അപ്പോഴായിരിക്കും ഷിനോ മാസ്റ്റർ ആളിപ്പോ ക്ലാസ്സിലേക്ക് വന്ന് പറയാ, നമുക്ക് ഇപ്പോൾ ഒരു ഐവിയുടെ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ലാൻഡ് ഓഫ് വാട്ടറിലേക്കാണ് നമ്മളെല്ലാവരും നമ്മുടെ ഫസ്റ്റ് ഐവിക്കായി പോവാൻ പോകുന്നത്. കുട്ടികൾക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. വാവ്, അടിപൊളി എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഷിക്കട പറയും, ലാൻഡ് ഓഫ് വാട്ടർ അതുള്ളത് ഹിഡൻ മിസ്റ്റ് വില്ലേജിലാണ്, അവിടേക്ക് പോയാ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അതിന് ചോച്ചോ പറയും, ഒരിക്കലുമില്ല, അവിടെ ഇഷ്ടം പോലെ കടൽ മത്സ്യങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ പിടിച്ച് ചുട്ടു തിന്നും വറുത്തു തിന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിയാം. ഉടനെ ഷിനോ മാസ്റ്റർ പറയും, എല്ലാവരും അവിടേക്ക് പോകാൻ തയ്യാറാവണം. അതിനു മുൻപായിട്ട് നമുക്ക് ഒരു ലീഡറിന് ആവശ്യമാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് പോകുന്നത്. സോ ഒരു കാരണവശാലും മാന്യത വിട്ട് അവിടെ പെരുമാറാനായിട്ട് പാടില്ല. സോ ലീഡർ ആവാൻ താല്പര്യമുള്ളവര് കൈപൊക്കാൻ പറയും. പക്ഷെ ആരും കൈപൊക്കാതെ അങ്ങനെ തല താഴ്ത്തിയിരിക്കും. അവര് പറയും, കൈപൊക്കിയ 8ന്റെ പണി കിട്ടും, കാരണം പിന്നീട് ഐവിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിൽ ഇട്ട് തരും. സോ ഒരു കാരണവശാലും കൈപൊക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കന്മാരും പെമ്പിള്ളാരും അവരങ്ങനെ കട്ടക്കിരിക്കും. ഉടനെ സാറട അവൾ കൈ ഉയർത്തി പറയും, അതിന് പറ്റിയ ആള് മറ്റാരുമല്ല, ബൊറൂട്ടോ ആണ്. ഈ ഒരു ട്രിപ്പിന് ബൊറൂട്ടോയ്ക്ക് ഞങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ കഴിയും. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്ക് മനസ്സിലാവും സാറടാ അവൻ 8ന്റെ പണി കൊടുത്തതാണെന്ന്. അവരുടനെ ബെഞ്ചിലടിച്ച്, അതെ ബൊറൂട്ടോ അവൻ തന്നെയാണ് കറക്റ്റ് ആളെന്ന് പറയും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ അങ്ങനെ കിടന്ന് പെടയ്ക്കാണ്. അവൻ ദയനീയമായിട്ട് ആ ക്ലാസ് റെപ്പിനെ നോക്കും. അവള് പോലും അവനെ മൈൻഡ് ചെയ്യില്ല. ഷിനോ മാസ്റ്റർ ആണെങ്കിൽ അതിന് ഓക്കെ പറയും. ഉടനെ സാറടാ അവളിപ്പോ അവനെ കെട്ടിവെച്ച കയറഴിച്ച് അവനെ സ്വതന്ത്രനാക്കും. അവൻ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരു കാരണവശാലും ടീം ക്യാപ്റ്റൻ ആവില്ല. അതിന് ഷിനോ മാസ്റ്റർ അവന്റെ തലയ്ക്ക് പിടിച്ച് കിഴുക്കി, നീ തന്നെയാണ് ടീം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവും. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ നമ്മുടെ ചെക്കൻ അതിന് സമ്മതിക്കും. ഷിക്കട പറയും, ബൊറൂട്ടോ ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ, നീയാണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആള്, നിന്നെ കൊണ്ട് മാത്രമേ നമ്മുടെയൊക്കെ നേതാവാൻ കഴിയൂ. അത് കേൾക്കുമ്പോ ബൊറൂട്ടോയ്ക്ക് ഭയങ്കര സന്തോഷാവും. അവന് 2 അടി പൊങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സാറയുടെ അവിടേക്ക് വന്ന് അവനെ ഉപദേശിക്കാൻ തുടങ്ങും. ഈ ട്രിപ്പെങ്കിലും നീ കൊളവാക്കരുത്, ഒരു നല്ല ലീഡറായിട്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. അടുത്ത സെക്കൻഡ് ഇവാബെ അവനാണെങ്കിൽ ആ ഹിഡൻ മിസ്റ്റ് വില്ലേജിനെ കുറിച്ച്
ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം എന്റെ കൈകളിലേക്ക് വിട്ടാ മതി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കില് ട്രിപ്പിന് വേണ്ടിയുള്ള പാക്കിങ്ങിലാണ്. അവനെ സപ്പോർട്ട് ചെയ്യാൻ ഹിനട്ടയും അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവന്റെ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹിനട്ട അവള് ബൊറൂട്ടോയുടെ കൈ പിടിച്ച് പറയും, ദയവ് ചെയ്ത് അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. മാസ്റ്റർ പറയുന്ന കാര്യങ്ങള് അത് കറക്റ്റായിട്ട് അനുസരിക്കണം. അതിന് ബൊറൂട്ടോ ഓക്കെ പറഞ്ഞ് അവന്റെ അനിയത്തിയുടെ തലയിൽ പതിയൊന്ന് തട്ടിക്കൊടുത്ത് ഇപ്പൊ പുറത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ കപ്പലില് ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാണ്. പക്ഷെ മെറ്റല്ലി അവനും അവന്റെ അച്ഛനെ പോലെ തന്നെ കപ്പലിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ഛർദിച്ച് ഒരു ഭാഗത്തിരിക്കും. ഇവിടെ ചോച്ചോ ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ക്ലാസ് റെപ്പ് അവളിപ്പോ സാറഡയോട് ചോദിക്കുക, നീ എന്തിനാ ബൊറൂട്ടോയെ ടീം ക്യാപ്റ്റനായി സെലക്ട് ചെയ്യണമെന്ന് വാശി പിടിച്ചത്? അത് കേട്ട് ചോച്ചോയും അതേ ചോദ്യം അവളോട് ചോദിക്കും. ഞാനും ഈ ചോദ്യം നിന്നോട് ചോദിക്കണമെന്ന് മനസ്സിൽ കരുതിയതാണ്. അപ്പോഴായിരിക്കും ബൊറൂട്ടോ അവൻ അവിടേക്ക് വരിക. എന്നെ കുറിച്ചാണോ ഇവിടെ ഡിസ്കഷൻ നടത്തുന്നേ? അതിന് സാറട, നിന്നെക്കുറിച്ചൊന്നും അല്ല ഇവിടെ ഡിസ്കഷൻ നടത്തുന്നേ. മര്യാദക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് പോ. അതിന് ബൊറൂട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നൊന്നുമല്ല, ഞാൻ കടല് കാണാൻ ഇവിടേക്ക് വന്നതാണ്. നീ എന്തിനാ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്നേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിന്നെപ്പോലെ ഹൊക്കാഗെ ആവണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാനൊരിക്കലും അതിനുവേണ്ടി നീയുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല. അതിന് സാറട പറയും, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ പപ്പ ലീഫ് വില്ലേജിലെ 7th ഹൊക്കാഗെയാണ്. അത്രയും പവറും ധൈര്യവും നല്ല സ്വഭാവവും ഒക്കെ ഉള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിട്ട് നീ മാത്രം എന്താ ഇങ്ങനെയായി പോയത്? അത് കേട്ട് ബൊറൂട്ടോ ചിരിക്കും. ബൊറൂട്ടോ പറയും, എന്റെ പപ്പയെ കഴിഞ്ഞും കൂടുതൽ നിന്റെ പപ്പയെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. നിന്റെ പപ്പയുടെ പ്രത്യേക എബിലിറ്റി, കഴിവ്, ഹാർഡ് വർക്ക് അതെല്ലാം തന്നെ ഈ ഗ്രാമത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. അതിന് സാറട, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലോർഡ് 7th പോലെയുള്ള ഒരു നല്ല ഹൊക്കാഗെയായി മാറുക എന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ആയി മാറും. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? ഈ ഒരു ട്രിപ്പിന് നിന്നെ ഹെഡാക്കിയത് പോലും എന്റെ ഭയങ്കര വലിയൊരു ബ്രെയിനാണ്. നീ ഈ ടീമിന്റെ ഹെഡായ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കുത്സിത പ്രവൃത്തിയും നീ ഉണ്ടാക്കില്ല എന്നും പറഞ്ഞ് അവൾ ബൊറൂട്ടോയെ നോക്കി ചിരിച്ച് അങ്ങനെ ഓടിക്കളിക്കുകയാണ്. അതിനുശേഷം അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് കാർഡ്സ് ഒക്കെ കളിച്ച് അവരുടെ ടൈം അതങ്ങനെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യും. ഇവാബെ അവൻ മാത്രം ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ കാർഡ്സ് കളിച്ച് കളിച്ച് തോറ്റ് തൊപ്പിയിട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ ബൊറൂട്ടോ പറയും, ഈ കളിയില് ഞാൻ തോറ്റുപോയി, പക്ഷെ ഉറപ്പായിട്ടും അടുത്ത കളിയില് ഞാൻ തന്നെയായിരിക്കും ജയിക്കുക എന്ന് പറഞ്ഞ് വമ്പൻ ആവേശത്തില് കളിക്കാൻ തുടങ്ങും. പക്ഷെ അടുത്ത കളിയും അതിന്റെ അപ്പുറത്തെ കളിയും കളിച്ചിട്ടും നമ്മുടെ ചെക്കൻ തോറ്റുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. പക്ഷെ ബൊറൂട്ടോയ്ക്ക് മാത്രം അവൻ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് വരും. അപ്പൊ മീറ്റ്സിയെയും പുറത്ത് കടലിന്റെ ഭംഗിയൊക്കെ നോക്കി നിൽക്കുന്നത് അവൻ കാണും. അതിനുശേഷം അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിപ്സുവിനെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവർ വാ തോരാതെ സംസാരിക്കും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു നല്ല കാഴ്ച കാണുക. അത് കാണുമ്പോൾ തന്നെ മീറ്റ്സിയ പറയും, അതാണ് ലാൻഡ് ഓഫ് മിസ്റ്റ്. നമ്മൾ ഓൾമോസ്റ്റ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു ബൊറൂട്ടോ. ഉടനെ ഓരോരുത്തരായിട്ട് ഇപ്പൊ പുറത്തേക്ക് വരും. അവർക്കെല്ലാവർക്കും ഹിഡൻ മിസ്റ്റ് വില്ലേജ് ഒത്തിരി ഇഷ്ടാവും. താരട പറയും, ശരിക്കും ഈ ഒരു വില്ലേജ് അടിപൊളിയാണ്. ലീഫ് വില്ലേജിനെ പോലെയല്ല, മോഡേണും ഒത്തിരി ടെക്നോളജി ഒക്കെ ഉള്ള ഒരു അടിപൊളി വില്ലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉടനെ ഷിനോയും അവരുടെ ടീച്ചറും അവർ രണ്ടുപേരും ഇപ്പൊ സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് എടുക്കാൻ ആരംഭിക്കും. ഷിനോ പറയും, എല്ലാവരും വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇത് മറ്റൊരു വില്ലേജ് ആണ്. സോ ഒരു കാരണവശാലും ബാഡ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത്. ഷിനോ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റ് വില്ലേജിലെ ഒരു ഷിനോബി നല്ല പിങ്ക് കളർ കണ്ണൊക്കെ ആയിട്ട് അവരുടെ ബോട്ടിലേക്ക് വരും. ആക്ച്വലി ഇവനാണ് ഇനി നമ്മുടെ ആൾക്കാരെ അവിടെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. ഉടനെ ആൻകോ ആണെങ്കിൽ അവനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇവന്റെ പേരാണ് കാഗുറ. ഇവൻ മിസുകാഗയുടെ അസിസ്റ്റന്റ് ആണ്. ഗേൾസിനാണെങ്കിൽ അവനെ കണ്ട് ഒരുപാട് ഇഷ്ടാവും. കാഗുറയാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് തല കുനിച്ച്, നിങ്ങൾ നറൂട്ടോ ഉസുമാക്കിയുടെ മകനല്ലേ? ഉടനെ ബൊറൂട്ടോ ടെൻഷനാവും. അയ്യോ, എന്നെ അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു നോർമൽ ഫ്രണ്ടായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ പരസ്പരം ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് അങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ആ ഗ്രാമം മുഴുവൻ ചുറ്റി നടന്ന് കാണുകയാണ്. ആൻഗോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. ഈ ഗ്രാമം അത് ഒരുപാട് ഡെവലപ്പായി. മറ്റൊരു ഭാഗത്ത് ഷിനോ ആള് ക്യാമറയൊക്കെ വെച്ച് സ്റ്റുഡൻസിന്റെ ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ആ ലെജൻഡറി കാർഡ്സ് അത് കണ്ട് വണ്ടടിക്കും. അവൻ പറയും, ഇതാണ് ലെജൻഡറി കാർഡ്, ഇത് ലിമിറ്റഡ് എഡിഷൻ
ആണ് ഭയങ്കര എക്സ്പെൻസീവും. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. അതിനുശേഷം കാഗുറ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ബൊറൂട്ട കാഗുയ ഒരു ലോക്കറ്റ് ഇപ്പൊ കാഗുറയുടെ പോക്കറ്റിൽ കാണുക. നീ കാഗുയ മാസ്റ്ററുടെ ഫാനാണോ? അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവാബെ അവനാണെങ്കിൽ ആരോടും മിണ്ടാതെ തനിയെ നടക്കുകയാണ്. അടുത്ത സെക്കൻഡ് ഡെങ്കിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇവാബയുടെ പേര് വിളിച്ച് അവന്റെ പിന്നാലെ ഓടി വരും. ബൊറൂട്ടോ അവന്റെ കൈ പിടിച്ച് വലിച്ച് എന്തുപറ്റി, എന്താ നീ ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് പോകുന്നേ? അതിന് ഇവാബെ പറയും, ഇവിടെ എനിക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് ആക്ച്വലി ഒരു ഫേക്ക് വില്ലേജ് ആണ്. ഈ വില്ലേജിന്റെ യഥാർത്ഥ ഫേസ് അതിങ്ങനെയല്ല, ഇതൊരു ബ്ലഡ് വില്ലേജ് ആണ്. ഉടനെ ബൊറൂട്ടോ അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഇവാബയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ ആരോ ഒരാള് ബൊറൂട്ടോയെ തട്ടി താഴേക്കിടും. ബൊറൂട്ടോ അവനോട് പറയും, ഐ എം സോറി, ഞാൻ നിങ്ങൾ വരുന്നത് കണ്ടില്ല. ഉടനെ ഇവാബെ അവൻ ഫുൾ കലിപ്പില് ഇപ്പ വന്ന് ഇടിച്ച ആളോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഉടനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് ഇപ്പൊ രണ്ട് ടീമും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവനെ വന്ന് ഇടിച്ചവന്റെ ആറ്റിറ്റ്യൂഡ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ ആള് ശരിയല്ലെന്ന്. ബൊറൂട്ടോ ചാടി വന്ന് അവനെ ഇടിച്ച് തെറിപ്പിക്കും. ഉടനെ ആ വില്ലന്റെ ഫ്രണ്ട് വേറൊരുത്തൻ അവനിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഈ ആ ലീഫ് വില്ലേജിലെ ഹൊക്കാഗയുടെ മകനല്ലേ സാക്ഷാൽ ബൊറൂട്ടോ. അവൻ പറയും, ഉറപ്പായിട്ടും നമ്മൾ ഇനിയും കാണേണ്ടി വരും. ഞങ്ങളിപ്പോ ഫൈറ്റ് ചെയ്തതിൽ നിനക്ക് വിഷമമൊന്നും തോന്നണ്ട. ഞങ്ങളുടെ വില്ലേജ് അത് കണ്ട് എൻജോയ് ചെയ്യാൻ പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അവിടുന്ന് നടന്നു പോകും. നമ്മുടെ ആൾക്കാർ ഷോക്കായിട്ട് അവരെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.